യുവാക്കൾ വഴിതെറ്റി എന്ന് ഞാൻ പറയില്ല. യുവാക്കളൊക്കെ നല്ല ചെറുപ്പക്കാരാണ്. അള്ളാഹു ഇനിയും അവരെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. പിഴവ് സംഭവിച്ചതൊക്കെ രക്ഷിതാക്കളായ നമ്മൾക്ക് ചെറിയൊരു അശ്രദ്ധ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവും. നമ്മുടെ പോരായ്മയെ നമ്മൾ യുവാക്കളിലേക്ക് എന്ത് ചെയ്യരുത്, ഇമ്പോസ് ചെയ്യരുത്, ചുമത്തി വെക്കരുത്. നമ്മുടെ പോരായ്മ, നമ്മുടെ കുറവിനെ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യരുത്, അവരെ തലയിലേക്ക് ഇട്ടിട്ട് ഒഴിഞ്ഞു മാറാൻ നമ്മൾ ആരും ശ്രമിക്കണം. കുഴപ്പം നമ്മുടേത് തന്നെയാണ്. നിങ്ങൾക്കറിയോ, നാളെ പാരത്രിക ലോകത്തെത്തിയാൽ മക്കളോട് നീ എന്താടാ നിന്റെ ഉപ്പാനെ ബഹുമാനിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നതിനേക്കാളും മുമ്പ് അള്ളാഹു ഉപ്പയോട് ചോദിക്കും, നീ എന്തേ നിന്റെ മക്കളെ നന്നാക്കാത്തത് എന്ന്. മനസ്സിലായോ? നമ്മൾ ഇതുവരെ കേട്ട വാദെന്താ? മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, അല്ലെ? അല്ലെങ്കിൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ തരും കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മക്കളോടൊക്കെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നല്ലോണം പറഞ്ഞു. സത്യം പറഞ്ഞാല് മക്കളോട് മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുന്നതിനു മുമ്പേ മാതാപിതാക്കളോട് അള്ളാഹു നീ മക്കളെ എങ്ങനെ വളർത്തി എന്ന് ചോദിക്കുമെന്നാണ്. മക്കളെങ്ങനെ വളർത്തി എന്ന് ചോദിക്കുമെന്നാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? SSLC വരെ പഠിച്ചിട്ടുണ്ടോ? പഴയ ആളുകളൊക്കെ SSLC വരെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെ കുറ്റം പറയാം? നിങ്ങൾ ഉപ്പാനല്ലേ, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നല്ലേ പറയാ? അല്ല, അങ്ങനല്ലേ പറയാ? എൻ്റെ ഉപ്പ 1000 വട്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 1000 വട്ടം. ഞാൻ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് പുസ്തകമൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠന്മാരും എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെങ്കിലും പഠിക്കണമെന്ന് 1000 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. 1000 വട്ടം. എൻ്റെ ഉപ്പ എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല. നിങ്ങൾ നോക്ക്, ദുനിയാവിൽ നമ്മളൊരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ നമ്മുടെ ഉപ്പമാരെ നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആഖിറത്തിലൊരു പ്രതിസന്ധിയിലെത്തുമ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചു. നമ്മളെ നരകത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോവാണ്. നമ്മളെ നരകത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകണം. അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി വേറെ ഇല്ലല്ലോ. നിങ്ങളിവിടെ ഇല്ല, എല്ലാവരും ഇവിടെ ഇല്ലേ? നമ്മൾ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോവാൻ അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി വേറെ ലോകത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കുട്ടി, ആ കുട്ടി ആരെ കുറിച്ചിട്ടാണ് അള്ളാഹുവിനോട് കംപ്ലൈന്റ് പറയാ? ഉപ്പാനെ കുറിച്ചിട്ടല്ല, എൻ്റെ ഉപ്പ എന്നെ നന്നാക്കിയിട്ടില്ല എന്നാ പറയാ. എന്താടാ നീ നന്നാവാത്തത്? എൻ്റെ ഉപ്പ എന്നെ നന്നാക്കിയിട്ടില്ല. എന്താടാ നീ പഠിക്കാത്തത്? എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മളൊക്കെ പറയുന്നത് എൻ്റെ ഉപ്പ പഠിപ്പിച്ചിട്ടില്ല എന്ന് സിമ്പിൾ. പ്രത്യേകിച്ച് കാരണം നീ പഠിക്കാത്തതിൻ്റെ പേരിൽ ആരും നിന്നെ അടിക്കൊന്നുമില്ല. എന്നാലും പഠിക്കാൻ പറ്റാത്തതിലുള്ള ടെൻഷൻ കാരണം നീ പറയാണ് എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇതേപോലെ നാളെ നരകത്തിലേക്ക് വീഴുമ്പോ മക്കൾ അള്ളാഹുവിനോട് പറയുന്നൊരു മറുപടി ഉണ്ട്. പഠിച്ചോനെ, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ പിതാവ് നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല. എന്റെ ഉപ്പ നരകത്തിൽ കടക്കാതെ ഞാൻ ഒരു കാരണവശാലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു വിളിക്കുന്നത് രക്ഷിതാക്കളെയാണ്, മാതാപിതാക്കളെയാണ്. ഇതാ നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ശരിയാണോ? ശരിയാണല്ലോ. നിങ്ങൾ നോക്കഴിഞ്ഞിട്ടല്ലേ? നമ്മുടെ മക്കൾ മോശമാവാൻ കാരണം നമ്മുടെ അശ്രദ്ധയാണെങ്കിൽ, ശ്രദ്ധിച്ചോളൂ, നമ്മുടെ മക്കൾ മോശമാവാനുള്ള കാരണം നമ്മുടെ അശ്രദ്ധയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെയല്ല ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ അല്ലാഹു വലിച്ചെറിയാം, മക്കള് പിന്നെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എല്ലാ വാദിനും പോയിട്ടുണ്ടല്ലോ, നാട്ടിൽ നടക്കുന്ന വാദിന് ഞാൻ പോയിട്ടുണ്ട്, പള്ളിക്ക് ഞാൻ പോയിട്ടുണ്ട്, ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്, തഹജ്ജുദും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ എന്താ സ്വർഗത്തിലെത്തി, അല്ല ഞാൻ എന്താ നരകത്തിലെത്തി എന്ന ചിന്ത വരും. എന്തുകൊണ്ടാണ് നരകത്തിലെത്തുന്നത്? നിങ്ങളൊക്കെ ഓക്കെ ശരി, നിങ്ങളെ മക്കളെ നന്നാക്കാത്തത് കൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ വിശ്വാസികളെ, നിങ്ങൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ സന്താനങ്ങളും നാളെ നരകത്തിൽ വീഴാതെ സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളായ നിങ്ങളുടെ കടമയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ,
എന്റെ മക്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി ചിന്തിക്കേണ്ടത് കൂടി എന്റെ ബാധ്യതയാണ്. എന്റെ മക്കള് നരകത്തിലാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാനോക്കെ എന്ന് ചിന്തിച്ചൊരാള് സ്വർഗത്തിലേക്കുള്ള അമല് ചെയ്യുകയും മക്കളെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ ആ പിതാവ് എത്ര നന്മ ചെയ്താലും ആ പിതാവും കൂടി നരകത്തിലേക്ക് പോകേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ വീഴാതെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഒരു സ്വഹാബി ബോധം കെട്ട് താഴേക്ക് വീണത്. നബി തങ്ങൾ അയാളുടെ ചുണ്ടിലേക്ക് ചെവി വെച്ച് നോക്കുമ്പോൾ അയാൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം, പക്ഷെ എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ഉറപ്പ് പറയാൻ കഴിയുക? എന്റെ മക്കളുടെ വിഷയം എനിക്ക് എങ്ങനെയാണ് ഉറപ്പ് പറയാൻ കഴിയുക? എന്റെ കാര്യം ഞാൻ നരകത്തിൽ വീഴാതെ എനിക്ക് സൂക്ഷിക്കാം, അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിച്ചാൽ. പക്ഷെ എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാ സൂക്ഷിക്കാം? അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ കല്യാണം കഴിച്ചോ, നിനക്ക് കുട്ടിയുണ്ടോ, അവരും നരകത്തിൽ വീഴാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, നിങ്ങൾ ഇൻ വുലിദ ലഹു മൗലൂദുൻ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ഫൽയുഹ്സിൻ ഇസ്മഹു വ അദബ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണം. ഫൽയുഹ്സിൻ ഇസ്മഹു വ അദബ, നല്ല പേരിട്ട് കൊടുക്കണം. നല്ല പേരെന്ന് പറഞ്ഞാൽ ഉസ്താദുമാരെ ബുദ്ധിമുട്ടിക്കലല്ല ഈ നല്ല പേരിന്റെ അർത്ഥം. നല്ല പേരെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസങ്ങളുണ്ട്, ഒരുപാട് ഇതിഹാസങ്ങൾ, അവരുടെ പേരിട്ട് കൊടുക്കുക. അതല്ലാതെ കേൾക്കാൻ രസമുള്ള സെഡും ഷീനൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പേരുകളുണ്ട്. ഫാരിസിയാണോ, പേർഷ്യനാണോ, ഉറുദു ആണോ, അറബിയാണോ എന്നറിയാത്ത പേരുകൾ. അത്തരം പേരുകൾ നെറ്റിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് നിങ്ങളെ മക്കൾക്ക് ഇട്ട് കൊടുക്കാനല്ല. എറിൻ, എസ്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേര്, കുറെ പേരുകളുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കാനല്ല പറഞ്ഞു. നല്ല പേരിട്ട് കൊടുക്കൽ ഒരു മാതാവിന്റെ പിതാവിന്റെ കടമയാണ്. പിന്നൊന്നുണ്ട് ഇതിൽ, ഇവിടെ ശ്രദ്ധിക്കാൻ. പേരിട്ട് കൊടുത്തതിനല്ല, പേരിട്ട് കൊടുത്തതിന് ശേഷമല്ല പേരിന്റെ അർത്ഥം ആലോചിക്കേണ്ടത്. പേര് ചിന്തിച്ചതിന് ശേഷം ഉസ്താദേ ഇതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെയല്ല. അർത്ഥം ചിന്തിച്ചതിന് ശേഷം ഇതിന് പറ്റിയ പേരുണ്ടോ എന്നാ നോക്കേണ്ടത്. നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ മകൻ ഒരു നേതാവാകണമെന്നാണ്. അപ്പൊ നേതാവാകണം, എന്താ പേരിടാ? നേതാവ്, റഈസ് എന്നിട്ടാലോ കുഴപ്പമില്ല. ഫാത്തിഹ്, ലോകം തന്നെ വെട്ടിപ്പിടിക്കുന്നവൻ, കീഴടക്കുന്നവൻ, കുഴപ്പമില്ല. അങ്ങനെ പേരിടേണ്ട. സത്യസന്ധനാവണം എന്റെ മകൻ. സ്വാദിഖ് എന്നിട്ടാലോ? എന്റെ മകൻ ഒരു വിജയിയാവണം, സഈദ് എന്നിട്ടാലോ? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, മക്കൾക്കൊരു എയിം ഉണ്ടാവും. നമ്മൾക്ക് നമ്മുടെ മക്കൾ ആരാവണം, ആ അർത്ഥം മനസ്സിൽ കരുതിയതിനു ശേഷം അതിനെ പറ്റിയ പേര് നമ്മൾ ഇടേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പേര് കണ്ടിട്ട് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കലല്ല. ഫൽയുഹ്സിൻ ഇസ്മഹു വ അദബ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം, അദബും പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ പറഞ്ഞു, ഫഇൻ ബലഗ ഫൽയുസവ്വിജുഹു, പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എന്താ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ? 15 വയസ്സാകുമ്പോ ആണിനും പെണ്ണിനും പ്രായപൂർത്തിയാവും. 15 വയസ്സാകുമ്പോ. അപ്പൊ 15 വയസ്സാകുമ്പോ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദീനീ ബോധമുള്ള സൽസ്വഭാവിയായ ഒരു പ്രപ്പോസൽ വന്നാൽ, നിങ്ങളുടെ മകൾക്കൊരു പ്രപ്പോസൽ വരികയാണ്, നല്ല സ്വഭാവമുള്ള ഒരാൾ, നല്ല ദീനീ ബോധമുള്ള ഒരാൾ, അങ്ങനൊരു പ്രപ്പോസൽ വന്നാൽ നിങ്ങൾ ഉടനെ വിവാഹം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിലോ ഇല്ലാ തകുൻ
ഫിത്നതുൻ വഫസാദുൻ അരീൽ. ഭൂമിയിൽ ഒരുപാട് ഫിത്നകളും ഫസാദുകളും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കല്യാണത്തിന്റെ പ്രായം ഇസ്ലാമിൽ പ്രായപൂർത്തിയെത്തലാണ്. നിങ്ങൾ 5 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എപ്പോഴാ? വളരെ നേരത്തെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. 18 വയസ്സായ ഒരു പെണ്ണും 22 വയസ്സായ ഒരു ചെറുപ്പക്കാരനും ഒരു കാരണവശാലും നിക്കാഹ് വൈകാൻ പാടില്ല. നിക്കാഹ് വേറെയാണ്, കല്യാണം വേറെയാണ്. മക്കള് വഴികേടിലാകുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നവർ, എന്ന് പേടിയുള്ളവർ, മക്കള് തെറ്റിപ്പോകുമോ എന്ന് ചിന്തിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് 18 വയസ്സായാൽ ഒരു പെണ്ണിനുടനെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. 22 വയസ്സായാൽ ഒരു ചെറുപ്പക്കാരനും നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിക്കലോടുകൂടി ഒരു മനുഷ്യൻ 75% നന്നാകുമെന്ന്. കല്യാണം കഴിക്കലോടുകൂടി ഒരാൾ 75% നന്നാകുമെന്ന്. ഒരാള് കല്യാണം കഴിക്കുന്നത്, അല്ലാഹുവേ എന്റെ കണ്ണിലൂടെ ഹറാമുകൾ കാണുന്നുണ്ടല്ലോ, പടച്ചോനെ എന്റെ ലൈംഗിക അവയവങ്ങൾ ഹറാമിനോട് താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ കണ്ണിലൂടെ ഹറാമ് കാണാതിരിക്കാൻ, ലൈംഗിക അവയവത്തിലൂടെ ഹറാമ് സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവേ ഞാനിതാ വിവാഹം കഴിക്കുന്നു എന്നൊരാൾ തീരുമാനിച്ചാൽ അയാളെ സഹായിക്കേണ്ടത് അല്ലാഹുവിന് നിർബന്ധമായ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, അവരെ സഹായിക്കൽ അല്ലാഹുവിന് നിർബന്ധമായ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? വീട് നിറഞ്ഞു നിൽക്കുമ്പോഴല്ല കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്. സ്വാഭാവികമായി ആണായാലും പെണ്ണായാലും പ്രായപൂർത്തി എത്തുമ്പോൾ ഓപ്പോസിറ്റ് വിഭാഗത്തോട് അട്രാക്ഷൻ തോന്നും. അത് പ്രകൃതിയാണ്. ഒരു ചെറുപ്പക്കാരന് 15 വയസ്സ് പ്രായപൂർത്തിയായാൽ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നും. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 8 വയസ്സ് വരെ, 8ാം ക്ലാസ് വരെ സ്കൂളിലുള്ള ഗേൾസും ബോയ്സും പൊരിഞ്ഞ അടിയായിരിക്കും. അങ്ങോട്ട് ഡസ്റ്റർ എറിയല്, ടീച്ചറോട് കംപ്ലൈന്റ് പറയല്, അടിക്കല്, പിന്നെ മാക്സിമം അടിയായിരിക്കും. 8ാം ക്ലാസ് വരെ ബോയ്സും ഗേൾസും ശത്രുക്കളെ പോലെ കാണും. നിങ്ങളൊക്കെ പഠിച്ചാൽ തന്നെയല്ലേ സ്കൂളിൽ? അങ്ങനെ തന്നെ, നമ്മളൊക്കെ കാലത്തൊക്കെ അങ്ങനെ തന്നെ. 8 കെട്ട് കഴിഞ്ഞാൽ അഥവാ പ്രായപൂർത്തി ഒരു ചെറുപ്പക്കാരനായി മാറാൻ, ആണും പെണ്ണിനും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടി മാറിയിട്ട് സ്നേഹത്തിലേക്ക് പോവാൻ. അങ്ങനെ തന്നെയല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ സ്കൂളിൽ വളർന്നത്? നിങ്ങളെന്തൊരു പഠിക്കാത്ത പോലെ ആകുന്നത്? ഇത് പ്രകൃതിയാണ്. ഇത് നിങ്ങൾ പേടിച്ചിട്ട് നാണിച്ചിട്ട് തല താഴ്ത്തേണ്ട വിഷയം. ഇതൊരു നാച്ചുറൽ, ഇങ്ങനെയാ മനുഷ്യനെ പഠിത്തവും സൃഷ്ടിച്ചത്. നിങ്ങൾ പേടിച്ചിട്ടും നാണിച്ചിട്ടും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ ക്ലാസ്സിലെ ഗേൾസ് ആയിട്ട് നല്ല ഫൈറ്റ് ആയിരിക്കും. ടീച്ചർമാരോട് കംപ്ലൈന്റ് പറയാം, ടീച്ചർ അവരങ്ങനെ ചെയ്തു, ഇവരെ കംപ്ലൈന്റ് ചെയ്യുക, ഇവരിങ്ങനെ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈന്റും അടിയും ചോക്കറിയല്, പെണ്ണറിയല്, അടി കൊടുക്കലൊക്കെ, മുടി പിടിച്ച് വലിക്കല്. എന്നാൽ നിങ്ങളൊരു SSLCയും +1ഉം +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നതോ ഡസ്റ്റർ എറിയുന്നതോ മുടി പിടിച്ച് വലിക്കുന്നത് കാണാറുണ്ടോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നുന്നു, പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും. എന്തുകൊണ്ട്? പ്രായപൂർത്തിയെത്തി രണ്ടുപേരും. അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ തന്നെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അട്രാക്ഷൻ തോന്നുമ്പോൾ തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ഹറാമിലൂടെ അവർ തുടങ്ങും. ഹറാമിലൂടെ അവർ ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും പ്രണയിക്കാനും പ്രേമിക്കാനും തുടങ്ങും. അതുകൊണ്ട് വളരെ നേരത്തെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 18 വയസ്സ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ പ്രായമാണ്. +2 കഴിഞ്ഞ പ്രായമാണ്. ആ സമയത്ത് അവർക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തവരെ ഡിഗ്രി പഠിക്കാൻ നമ്മൾ വിടുകയാണ്. ഡിഗ്രി പഠിക്കാൻ വിടാൻ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തിട്ട് നല്ല സുഖമായിരിക്കുമല്ലോ അവർക്ക്. കോളേജിൽ ആരെങ്കിലും പ്രണയിക്കാൻ പോവോ? ഇല്ല. എന്തേ? ഇവള് ഹിച്ച്ഡാ, ഇവർ പ്രപ്പോസ്ഡാണ്, എൻഗേജ് കഴിഞ്ഞ പെണ്ണാണ്, നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണ് ഇവൾ. അവ പ്രണയിക്കാൻ പോകും. ഈ പെണ്ണിനും വേറൊരാളോട് പ്രണയമോ താല്പര്യമോ തോന്നില്ല. എന്തേ? ഇവൾക്ക് ഒരു ഭർത്താവുണ്ട്, നിക്കാഹ് കഴിഞ്ഞൊരു ഭർത്താവുണ്ട്. കറങ്ങാൻ പോകാനും, ബൈക്കിൽ കറങ്ങാനും, കാറിൽ കറങ്ങാനും, കൂൾബാറിൽ പോകാനൊക്കെ ആരുണ്ട്? ഭർത്താവുണ്ട്.
അപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ടോ വീക്കിലോ ആഴ്ചയിലോ എപ്പോ വേണമെങ്കിലും അവർക്ക് പിക്നിക്കിന് പോവാൻ, ടൂറ് പോവാം. അപ്പൊ അതുകൊണ്ട് ഹറാമായ ചിന്തകൾ ഇവർക്ക് വരൂല. അതേപോലെ ചെറുപ്പക്കാരനും ഇസ്ലാമിക നിയമപ്രകാരം ആ ടൈമിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം നമ്മൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല, ഇവിടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. 22 വയസ്സാകണം. 2 പേരെയും നമ്മൾ നിക്കാഹ് കഴിപ്പിച്ചതിന് ശേഷം സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. പഠിക്കണം നമ്മുടെ മക്കളെ. പഠനത്തിൽ നിന്നൊരടി പിന്നോട്ട് പോകാൻ പാടില്ല നമ്മുടെ മക്കളാരും. കാരണം ഇസ്ലാം, ഈ മക്കളൊക്കെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? നമ്മുടെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾക്ക് നമ്മുടെ മക്കളെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത്. അവരൊക്കെ ഇസ്ലാം ദീനിന് ഉപകരിക്കുന്നവരാവണം. ഈ മതത്തിന് ഇവരെ കൊണ്ട് നേട്ടമുണ്ടാവണം. ആളുകൾ പറയണം എന്തോരു നല്ല മനുഷ്യരാണ്, ഇന്ന് മുസ്ലിമീങ്ങളൊക്കെ എന്തോരു നല്ല മനുഷ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദീനിന് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവാൻ, എന്തെങ്കിലും ഒരു സംഭാവന ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കണം. പഠിച്ചാലേ പക്വമായ ചിന്തകൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് ആശയങ്ങൾ കടന്നു വരുള്ളൂ. പുതിയ പുതിയ ടെക്നോളജികള്, പുതിയ പുതിയ ഇൻവെൻഷനുകൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള്, ഇതൊക്കെ നമ്മുടെ കൽബിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് വായനകൾ ഉണ്ടാകുമ്പോഴാണ്. വായിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവും. പഠിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, ഫൈൻഡിങ്സ്, അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ കൽബിലേക്ക് കടന്നു വരും. അങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ ഈ രാജ്യത്തിന്, ഈ നാടിന്, ഈ സമുദായത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇവരെ കൊണ്ട് ദീനിന് ഉപകാരം ഉണ്ടാവുന്നത്. അതല്ലാതെ തിന്ന് പോത്തുപോലെ വളർന്നിട്ട് ഒരു ഉപകാരവും ഇല്ലാതെ മരിച്ചാൽ ഇവനെ കൊണ്ട് ഇസ്ലാമിന് എന്തുപകാരമാണ്? എന്തുപകാരം? ഒരുപാട് തിന്നു മരിച്ചു എന്നല്ലാതെ മരിച്ചതിന് ശേഷം ഒരടയാളം പോലും ബാക്കി വെക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിക്ക് ഭാരമല്ലാതെ പിന്നെ എന്താണ് മുഅ്മിനീങ്ങളെ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, നിങ്ങളിൽ എത്ര പേർക്ക്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ ഉപ്പാപ്പയുടെ പേര് പറയാൻ കഴിയും? ഉപ്പാന്റെ ഉപ്പാപ്പല്ല, ഉപ്പാപ്പയുടെ പേര് പറയാൻ കഴിയും? കൈ പൊന്തിച്ച ആർക്കും അറിയില്ല. ഉപ്പാപ്പയുടെ പേര് ആർക്കും അറിയില്ല. എന്താ നിങ്ങളെ കുടുംബക്കാരെ പേരെങ്കിലും പഠിച്ചൂടെ? ഈ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മൂപ്പരെ പേര് നിങ്ങൾക്ക് അറിയില്ലേ? അറിയൂ. എന്നാ ഉപ്പാപ്പാന്റെ പേര് അറിയില്ല അല്ലേ? മാലിക് ദിനാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൂപ്പരെ പേര് അറിയില്ലേ? അറിയൂ. എന്നാലും ഉപ്പാപ്പാന്റെ പേര് അറിയില്ല. ഉള്ളാളത്ത് സ്ഥിതി ചെയ്യുന്ന മൂപ്പരെ പേര് അറിയില്ലേ? അന്ത്യവിശ്രമം കൊള്ളുന്ന മൂപ്പരെ പേര് അറിയില്ല. എന്നാലും ഉപ്പാപ്പാന്റെ പേര് അറിയാം. ഇവർക്ക് ഉപ്പാപ്പാനേക്കാളും മുമ്പുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടായിരിക്കും? ഉള്ളാളം മദനി തങ്ങളുടെ പേരറിയുന്നുണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേരറിയുന്നുണ്ട്. അതേപോലെ തന്നെ മാലിക് ദിനാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഇച്ചിലങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന, മമ്പുറം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, എന്തിനേറെ രാജസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ, രാജസ്ഥാനിലെ അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ, ഇവരുടെയൊക്കെ പേര് നമുക്കറിയാം. സ്വന്തം നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പാന്റെ പേര് നമ്മൾക്ക് പറയാൻ കഴിയുന്നില്ല. ഇനി നിങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് നിങ്ങളുടെ പേര് പറയാൻ അറിയുമോ? നിങ്ങളുടെ പേരക്കുട്ടികൾ, മക്കളുടെ മകൾ, അതിനാണ് പേരക്കുട്ടി എന്ന് പറയാം. മക്കളുടെ മക്കള്, നമ്മളെന്താ പറയാ? പുള്ളിന്റെ പുള്ളി. നിങ്ങളെ പേരറിയോ? എന്നാലിന്ന ജബ്ബാറാജി ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയോ? ഒരു 100 വർഷം കഴിഞ്ഞാല് ഉപ്പാപ്പാന്റെ പേര് എന്തെന്നേക്കും? എന്റെ ഉപ്പാപ്പാന്റെ പേര് ജബ്ബാറാജി എന്ന് പറയോ? ഇല്ല. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ നാടിന് ഒരടയാളം ബാക്കി വെച്ച് നിങ്ങൾ പോണം. നിങ്ങൾ തിന്ന്
ഇങ്ങനെ മരിച്ചു പോയാൽ നിങ്ങളെ പൗത്രന്മാർക്കോ പേരക്കുട്ടികൾക്കോ ഏറിപ്പോ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ പേരറിയും, നിങ്ങളെ മക്കളെ മക്കൾക്ക് അതിനപ്പുറം നിങ്ങളെ പേരറിയില്ല. എന്നിട്ട് എന്താ സംഭവിക്കുക? നിങ്ങൾ മരിച്ചു, പിന്നെ നിങ്ങളെ മക്കളായി, പിന്നെ മക്കളുടെ മക്കളായി. അപ്പോഴേക്കും ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടു. ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചത് ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചതേ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ മക്കൾ മരിക്കുന്നത് വരെ ഒരു ആണ്ടുണ്ടാവും കൊല്ലത്തിൽ. ഉപ്പാന്റെ ആണ്ട് ഉസ്താദ് വരണം, ഉപ്പാന്റെ ആണ്ട് ഉസ്താദ് വരണം, അങ്ങനെ 1 കൊല്ലം 2 കൊല്ലം. ആ മക്കൾ മരിക്കലോടുകൂടി ഉപ്പാന്റെ ആണ്ട് കഴിഞ്ഞു, നിങ്ങളെ ആണ്ട് കഴിഞ്ഞു. പിന്നെ ഈ മരിച്ച നിങ്ങളെ മക്കളാണ്ട് അവരുടെ മക്കളായിക്കും ഉപ്പാന്റെ ആണ്ട്, ഉപ്പാപ്പാന്റെ ആണ്ട് അയക്കാൻ അവരുണ്ടാവില്ല. അപ്പൊ ഈ നിങ്ങളും ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ. ഏതുപോലെ നിങ്ങൾ ഉപ്പാപ്പന്മാർ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടതുപോലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഞാൻ മരിച്ചാലും എൻ്റെ പേര് ഇവിടെ നിന്ന് മായ്ക്കപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മരിച്ചാലും എൻ്റെ പേര് ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ വീട്ടിലൊക്കെ എഴുതി വെച്ചോളി. മക്കൾ കുറച്ച് പൈസ ആകുമ്പോൾ വീട് പൊളിക്കും, പുതിയ വീട് വെക്കും. എന്ത് ചെയ്യും? എവിടെ എഴുതി വെക്കുക? അപ്പൊ ചിന്തകള് മരിക്കുമ്പോ ചില അടയാളങ്ങൾ ബാക്കി വെക്കണമെന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. മഹാനായ ശംസുൽ ഉലമാ നമ്മളെന്നും അനുസ്മരണം നടത്തുന്നു, വേദികളിൽ വന്ന് നമ്മൾ സംസാരിക്കുന്നു ശംസുൽ ഉലമയെ കുറിച്ച്. നമ്മളാരാ? നമുക്കെന്ത് ബന്ധമുള്ളു? കോഴിക്കോടന്റെ വിശ്രമം കൊള്ളുന്ന ശംസുൽ ഉലമയെ, വാഴക്കാടന്റെ വിശ്രമം കൊള്ളുന്ന കണ്ണിയത്ത് ഉസ്താദിനെ, നമ്മൾക്കെന്ത് ബന്ധം അവരുമായിട്ട്? എന്തിനാ നമ്മൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നമ്മൾ ഉപ്പാപ്പയാണോ? ഉപ്പായിട്ട് വല്ല റിലേഷൻ ഉണ്ടോ? ഉമ്മായിട്ട് വല്ല റിലേഷൻ ഉണ്ടോ? ഭാര്യയുടെ റിലേഷൻ? ഒരു റിലേഷനും ഇല്ല. എന്നാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു എന്നുള്ളതാണ്. എത്രയോ പൈസക്കാര് മരിച്ചുപോയി, അല്ലേ? എത്രയെത്ര പൈസക്കാര് മരിച്ചുപോയി. അവരുടെ പേരുകൾ ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? അവർ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ചർച്ച ചെയ്യും. അവരെന്തെങ്കിലും സംഭാവന നാടിന് രാജ്യത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ചർച്ച ചെയ്യപ്പെടും. മഹാനായ ശിഹാബ് തങ്ങളെ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, അവരുടെ പേര് എന്തിലൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് അടയാളങ്ങൾ ബാക്കി വെച്ചു. ഇന്നലെ മരണപ്പെട്ടു പോയി മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്. അവരും ഒരുപാട് അടയാളങ്ങൾ ബാക്കി വെക്കുകയാണ്. ചരിത്രം അസ്തമിക്കുന്നത് വരെ അവരുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. അവരുടെ പേരുകളും ചർച്ച ചെയ്യപ്പെടും. ബൈത്തുർ റഹ്മയുടെ ആരാണ്? ബൈത്തുർ റഹ്മയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത്, തറക്കല്ലിട്ടത് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. മജ്ലിസുൻ നൂറിന് തുടക്കം കുറിച്ചതാരാണ്? ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, CHന്റെ പേര് എന്തുകൊണ്ട് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നു? മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണെങ്കിലും എന്തുകൊണ്ട് അതിന് ശേഷം വന്ന നേതാക്കന്മാരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഇന്നുമുണ്ടല്ലോ മുസ്ലിം ലീഗിന് ഒരുപാട് നേതാക്കന്മാര്. അവരൊക്കെ മരിച്ചാൽ എത്ര കാലം അവരുടെ പേരുകൾ ആളുകൾ അയവിറക്കും? CHനെ പോലെ ആരുടെ പേരുകൾ ഇനി അയവിറക്കപ്പെടാൻ പോകുന്നുണ്ട്? CH സമുദായത്തിന് സേവനം ചെയ്തതുപോലെ ഏത് നേതാവാണ് സമുദായത്തിന് വേണ്ടി ഒരുക്കിത്തീരുന്നത്? അപ്പൊ ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന ചിന്തയാണെങ്കിൽ കെട്ടിയോളും കുട്ടിയോളും തീരുമ്പോ നിങ്ങളും ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും പിന്നെ തട്ടാനും, അല്ലെ? തട്ടാൻ എന്തിനാണ്? പൊന്ന് തട്ടാൻ വേണ്ടിട്ട് പൊന്നിങ്ങനെ കെട്ടിയോ കൊടുക്കണ്ടേ? ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന ചിന്തയാണെങ്കിൽ ആ കെട്ടിയോളും കുട്ടിയോളും മരിക്കുമ്പോഴത്തേനും ചരിത്രത്തിൽ നിന്ന് നിങ്ങളെ തുടച്ചു മാറ്റപ്പെട്ടു. പക്ഷേ ഞാനും എന്റെ കെട്ടിയോളുടെയും കുട്ടിയോളുടെയും കൂടെ എന്റെ സമുദായവും വേണമെന്ന ചിന്തയുണ്ടായാൽ അവർ മരിച്ചാലും നിങ്ങളെ സ്മരിക്കാൻ ഇവിടെ സമുദായം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്, സമുദായത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. ഈ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യണം. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും സമുദായത്തിന് വേണ്ടിയുള്ള സേവനമാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും സമുദായത്തിന് വേണ്ടിയുള്ള സേവനമാണ്. കുടുംബക്കാർക്ക്, സ്വന്തം മക്കൾക്ക് വേണ്ടിയുള്ള സേവനമല്ല. നിങ്ങളുടെ മക്കൾ വീട്ടിൽ പട്ടിണി കിടന്ന് മരിച്ചുപോയാൽ അള്ളാഹു നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയോ അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയോ ചെയ്യില്ല.
നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് മക്കളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും പട്ടിണി കിടന്ന് നിങ്ങളുടെ മക്കൾ മരിക്കേണ്ടി വന്നാൽ അതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല. കാരണം നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, മറ്റൊരാളോട് കൈനീട്ടാതെ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും പട്ടിണി കിടന്ന് മരിച്ചുപോയതാണ്. എന്നാൽ നേരെ മറിച്ച് നിന്റെ അയൽവാസി പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നീ ഇവിടെ വേറെ നിറയെ ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു നിന്നെയാണ് ചോദ്യം ചെയ്യുക. അതെന്ത്? നിന്റെ മക്കൾ മരിച്ചിട്ട് പഠിച്ച ചോദ്യം ചെയ്യുന്നില്ല, അയൽവാസി മരിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തേ? ചിന്തിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞതല്ലേ ഇത്? നിങ്ങളാരും വിശ്വാസിയാവൂല, നിങ്ങളാരും മുഅ്മിനാവൂല. ഏതുവരെ നിങ്ങൾ വിശ്വാസിയാവൂല? നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ മുഅ്മിനാവൂല. നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന നിങ്ങളാരും മുഅ്മിനാവൂല. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ചിന്ത മാറ്റി ഞാനും എൻ്റെ സമുദായവും എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറണം. ഞാനും എൻ്റെ സമുദായവും. ഈ സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യണോ, സമുദായത്തിന് എന്തെങ്കിലും സേവനം ചെയ്യണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ പഠിക്കണം. പഠനം നിർത്താനായിട്ടില്ല. മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠനത്തിന് പ്രായമില്ല. വിവാഹം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? കുട്ടികളുണ്ടായാൽ പഠിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? പെണ്ണിനും ആണിനും. കുട്ടികളുണ്ടായാൽ പഠിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കുട്ടികളുണ്ടായാലും പഠിക്കണം. പഠനത്തിനൊരവസാനമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠനത്തിന് പ്രോത്സാഹിപ്പിച്ചതുപോലെ വേറൊന്നിനും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പടച്ചോനെ, എനിക്ക് കൂടുതൽ പൈസ തരണമെന്ന് ചോദിക്കാൻ ഇസ്ലാം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് പൈസ കൂടുതൽ തരണേ അല്ലാ, പൈസ തരണേ പടച്ചോനെ എന്ന് ചോദിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകണേ എന്ന് ചോദിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ എന്താ ഇസ്ലാം പറഞ്ഞത്? ഖുർറബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവേ, എനിക്ക് നീ ഇൽമിനെ നീ കൂടുതൽ തരണേ അല്ലാ. എനിക്ക് നീ കൂടുതൽ വിദ്യാഭ്യാസം തരണേ അല്ലാ. എനിക്ക് നീ കൂടുതൽ ഇൽമ നൽകണേ അല്ലാ. എന്നെ നീ കൂടുതൽ പഠിപ്പിക്കണേ അല്ലാ. ഇതിങ്ങനെ ചോദിക്കാൻ പറഞ്ഞ സമുദായത്തിന്റെ മക്കളാണ് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് പ്രസംഗിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എണീറ്റ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ഓടിപ്പോവാൻ. ഇൽമ താ പഠിച്ചോനെ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ച ഒരു സമുദായം ഇൽമിനെ പിടിച്ചോന്ന് പറയുമ്പോ എണീറ്റിട്ട് ഓടുമ്പോ കൈ പിടിച്ച് നിർത്താൻ രക്ഷിതാക്കളായ നിങ്ങൾക്ക് താല്പര്യമില്ല. രക്ഷിതാക്കളായ നിങ്ങൾക്ക് സമയമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ മക്കളെ കുറ്റപ്പെടുത്തിയാൽ ശരിയാവോ? ഇല്ല. മുഅ്മിനീങ്ങളെ, നമ്മളൊരു കാരണവശാലും ഞാൻ ആ പ്രായത്തിലുള്ള മക്കളെ കുറ്റപ്പെടുത്തൂല. ആ സമയം അടിച്ചു പൊളിക്കണമെന്ന് തോന്നുന്ന സമയമാണത്. ആരല്ലെങ്കിലും ഈ ദീനുമായിട്ടുള്ള ബന്ധം വിട്ടുനിൽക്കുന്ന പ്രായം ഏതാണല്ലെങ്കിൽ ഒരു 15 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായം. 35 ആകുമ്പോ പിന്നെ ചെറുപ്പക്കാർക്ക് തോന്നി തുടങ്ങി എനിക്ക് വയസ്സായല്ലോ. താടി മുടിയൊക്കെ നിരക്കാൻ തുടങ്ങി, കുറച്ച് പക്വത വരാൻ തുടങ്ങി, വാലിനോടും ദീനിനോടൊക്കെ അടുപ്പം തോന്നി. ഒരു 15-ന്റെയും 30-ന്റെയും ഇടയിലുള്ള യുവാക്കളാണ് നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത പ്രായം. കിട്ടാഞ്ഞിട്ടല്ല, കിട്ടും, പിടിക്കാഞ്ഞിട്ടാണ്. പിടിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിടിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ആ പ്രായത്തിലുള്ളവർ കിട്ടിയിട്ടുണ്ട്. ശ്രമിക്കാത്തവർക്ക് കിട്ടൂല. കാരണം അത് പക്വതയില്ലാത്തൊരു പ്രായമാണ്, അടിച്ചുപൊളിയുടെ പ്രായമാണ്, എൻജോയ്മെന്റിന്റെയും എന്റർടൈൻമെന്റിന്റെയും പ്രായമാണ്. കാരണം കുട്ടികൾക്ക് ആ സമയത്ത് നന്നാവണമെന്നോ ഖുർആൻ ഓതണമെന്നോ നിസ്കരിക്കണമെന്നോ ഒന്നും നല്ല ചോരത്തെളുപ്പുള്ള സമയമാണ്. ആരെയും ചോദ്യം ചെയ്യണം, ആരെയും വെല്ലുവിളിക്കണം, ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണമെന്ന് ചിന്തിക്കുന്ന പ്രായമാണ്. അപ്പോ ഒരു പട്ടത്തിന്റെ കയറ് പോലെ അവരെ കയറിട്ടിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. പട്ടം കണ്ടിട്ടില്ലേ? പട്ടം എന്നല്ലേ കാസർഗോഡ് രാഷ്ട്രീയ പറയുന്നല്ലേ പട്ടം? ഞാനങ്ങനെ ചോദിക്കുന്നതിന് പട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അട്ടം നോക്കിയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പട്ടം നിങ്ങൾ പറയാറില്ലേന്ന്. നിങ്ങൾ പിന്നെ അവിടെ എൻ്റെ ആളാണ്, ഉപ്പളക്കാർ. അപ്പൊ നിങ്ങൾക്ക് പട്ടത്തിന് വേറെന്ത് പേരുണ്ടെന്ന് അറിയില്ല.
പട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും. പട്ടം ഒരാളിങ്ങനെ വെള്ളി പിടിച്ചിട്ട് കയറ് പിടിച്ചിട്ട് പട്ടത്തിൽ ഇങ്ങനെ പറത്തും. അപ്പൊ പട്ടം വിചാരിക്കണം, ഇയാളെന്തിനാ എന്നെ പിടിക്കുന്നത്, ഇയാളെന്തിനാ എന്റെ ബാക്കിൽ കൂടുന്നത്. ഏതുപോലെ മക്കൾ ചിന്തിക്കണം, ഉപ്പെന്തിനാ എന്റെ ബാക്കിൽ കൂടുന്നത്, ഉപ്പെന്തിനാ എന്റെ ബാക്കിൽ ഇങ്ങനെ കൂടുന്നത്. ഉപ്പ വിട്ട ഞാനൊന്നിങ്ങനെ പറക്കുമായിരുന്നു, ഞാനിങ്ങനെ അടിച്ചു പൊളിക്കായിരുന്നു. അതേപോലെ പട്ടവും ചിന്തിക്കാൻ, ഈ കയറൊന്ന് വിട്ടിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് പാറിക്കളിക്കുമായിരുന്നു. സത്യത്തിൽ എന്താ സംഭവിക്കുക? പട്ടത്തിന്റെ കയറ് പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? പട്ടം താഴെ വീഴും. പട്ടത്തിന്റെ കയറ് പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? ദൂരെ അകലെ പറക്കുന്ന പരുന്തിനോട് പട്ടം പറഞ്ഞു അത്രേ, നിന്നെപ്പോലെ ഉന്നതങ്ങളിലേക്ക് പറക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ താഴെ നിന്നൊരാൾ എന്നെ നിയന്ത്രിക്കുകയാണ്, ദയവ് ചെയ്ത് എന്റെ കയറൊന്ന് മുറിച്ചു തരുമോ. പരുന്ത് മുറിച്ചു കൊടുത്തു, ഡും എന്ന് പറഞ്ഞ് പട്ടം താഴേക്ക് വന്നു. അപ്പൊ ആ പട്ടമാണ് നമ്മുടെ യുവാക്കൾ, ഈ കയറാണ് നമ്മള് ഈ പിടിക്കുന്ന കയറാണ് നമ്മള്. ആ പിടുത്തം വിട്ടാൽ മക്കൾ ഇങ്ങനെ അടിച്ചു പൊളിക്കും. ദീനിൽ നിന്ന് ബന്ധമൊന്നും ഉണ്ടാവില്ല. കഴിയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അവരിങ്ങനെ ആഘോഷിച്ച് ജീവിക്കും. നേരെ മറിച്ച് കയറിട്ടിങ്ങനെ വലിച്ചു പിടിച്ച ഒരു നിയന്ത്രണം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ നിന്നും മഹാന്മാരിൽ നിന്നൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തന്നത്, 7 വയസ്സുവരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കളിക്കണം. ആ സമയത്ത് മക്കളെ അടിക്കാൻ പാടില്ല. മക്കളടിക്കുന്ന ഉമ്മമാരുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ മക്കളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇത് തമാശയല്ല. 7 വയസ്സിന് മുമ്പ് നിങ്ങൾ മക്കളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അടിക്കാൻ പാടില്ല. നബി തങ്ങൾ അടിച്ചതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? മക്കൾ അടിച്ചതായിട്ട് എവിടെയെങ്കിലും ഒരു തെളിവ് നബി തങ്ങൾ മക്കളെ 7 വയസ്സിന്റെ മുമ്പുള്ള മക്കളെ അടിച്ചതായിട്ടൊരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സുവരെ കളിക്കണം. എന്തുകൊണ്ടാണ് അടിക്കരുത് എന്ന് പറഞ്ഞത്? അത് പക്വതയില്ലാത്ത സമയമാണ്, അവർക്ക് വകതിരിവില്ലാത്ത സമയമാണ്, കാഷ്ടമേത് സ്വർണമേതെന്ന് തിരിച്ചറിയാത്ത സമയമാണ്, തീ എന്താണെന്ന് തിരിച്ചറിയാത്തൊരു സമയമാണ്. അവര് ബെഡിൽ കയറിയിട്ട് മൂത്രമൊഴിക്കും, അടി കൊടുക്കാം. എന്തിനടി കൊടുത്തിട്ട് എന്താ കാര്യം? നീ അടി കൊടുത്തത് കൊണ്ട് അവർക്കറിയോ ഇത് എന്നെ ഉമ്മ അടിച്ചത് ബെഡിന്റെ മുകളിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിലാണ്, നാളെ മുതൽ ഞാൻ മൂത്രമൊഴിക്കാൻ പിടിക്കുമ്പോൾ താഴെ മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞിട്ട് 2 വയസ്സുള്ള കുട്ടി താഴെ വന്നിട്ട് മൂത്രമൊഴിക്കോ? ഇല്ല. എന്തുകൊണ്ട്? ആ കുട്ടിക്ക് എത്ര അടിച്ചാലും ഇത് എന്നെ മൂത്രമൊഴിച്ചത് കൊണ്ടാണ് അടിക്കുന്നത് എന്നറിയില്ല. വേദനിക്കും, കുട്ടി കരയും. എന്തിനാണ് അടിച്ചത് എന്ന് കുട്ടിക്കറിയില്ല. 7 വയസ്സുവരെ അതാണ് പ്രായം. അടിക്കാൻ പാടില്ല. ഒരു കാരണവശാലും 7 വയസ്സുവരെ മക്കളെ നമ്മൾ അടിക്കാൻ പാടില്ല. മൻ കാന ലഹു സബിയുൻ ഫല്യതസ്വാബല. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയെ പോലെ അഭിനയിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരന്റിംഗ് കോഴ്സ് കൊടുക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എന്തുണ്ട്? ട്രെയിനിങ് ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ട്രെയിനിങ് ഉണ്ട്. പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ല, അല്ലേ? ഹജ്ജിന് പോകുമ്പോൾ ട്രെയിനിങ് ഉണ്ട്. ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് ഹജ്ജ് ക്ലാസ്സുകൾ. അവിടെ പോയാൽ ഇങ്ങനെ, ഇവിടെ പോയാൽ ഇങ്ങനെ, ഹജറുൽ അസ്വദ് ഇങ്ങനെ, മഖാം ഇബ്രാഹിം ഇതാണ്, ഇവിടെ വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ടും വീഡിയോ വെച്ചിട്ടും ക്ലാസ്സുകളോട് ക്ലാസ്സുകൾ. ഇതിനൊന്നും ആവശ്യമുണ്ടോ? അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഇമാം അവർക്കുണ്ട്, ഒരു ലീഡർ ഉണ്ട്. അയാൾ കാണിച്ചു കൊടുത്താൽ മതി മുകളിൽ ഇതാണ് ഹജറുൽ അസ്വദ്, ഇവിടെയാണ് മഖാം ഇബ്രാഹിം, ഇങ്ങനെയാണ് തവാഫ്. അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ എത്ര പഠിച്ചു പോയാലും അവിടെ എത്തിയാലും നിങ്ങൾക്കൊരു ക്ലാസ് കിട്ടാതെ ഓർമ്മ ഉണ്ടാവും? നിങ്ങൾ പറ. ഇവിടെ നിങ്ങൾ എന്ത് പഠിച്ചിട്ട് പോയാലും അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ് അല്ലാതെ ഈ ക്ലാസ് കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവാറുണ്ടോ? എന്ന് വെച്ച് ഈ ക്ലാസ് ഒഴിവാക്കണം എന്നല്ല, ഈ ക്ലാസ് ഒന്നും കൂടി അവിടെ എത്തുമ്പോൾ ഈസി ആവുന്നതാണ്. ഹജ്ജിന് ഇങ്ങനെ നിരന്തരമായ ക്ലാസ്സുകൾ. റമദാൻ വരുമ്പോൾ റമദാനിനെ കുറിച്ചും ക്ലാസ്സുകൾ, റബീഉ വരുമ്പോൾ റബീഉ പ്രഭാഷണങ്ങൾ, മെഹറാജ് വരുമ്പോൾ മെഹറാജ് സന്ദേശം, റാത്തീബ് വരുമ്പോൾ റാത്തീബിനെ കുറിച്ച്, എല്ലാറ്റിനും ട്രെയിനിങ് ഉണ്ട്, സന്ദേശവും വാദും എല്ലാം ഉണ്ട്. കല്യാണത്തെ കുറിച്ച് മാത്രം ഇവിടെ ട്രെയിനിങ് ഇല്ല. എക്സ്പീരിയൻസും പാടില്ല കല്യാണത്തിന്. ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് നോക്കാൻ പോകുമ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കോ? എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉപ്പ പറയാ? തൽക്കാലം ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളെ നോക്കുന്നില്ല, ഞങ്ങൾ വണ്ടി വിട്ടോളി എന്നല്ല പറയാ. അവിടെ എക്സ്പീരിയൻസ് കൊണ്ട് കാര്യമില്ല. എക്സ്പീരിയൻസിന് അവിടെ വേണ്ട. എക്സ്പീരിയൻസ് ഉള്ളവരെ അടുപ്പിക്കുകയില്ല. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ജോലി, ഗൾഫിൽ കഫ്റ്റീരിയൊക്കെ വരെ എക്സ്പീരിയൻസ് വേണം.
കഫ്റ്റീരിയയിൽ എന്താ കഫ്റ്റീരിയൽ പോയിട്ട് പണി? അറബികൾ പേന്നിട്ട് ഓർണടിക്കുമ്പോൾ ചായ കൊണ്ടേ കൊടുക്കല. അതിന് പോലും എക്സ്പീരിയൻസ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ആരെങ്കിലും ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുക. ആദ്യം തന്നെ പോകുമ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് വേണ്ട ഒരു മേഖല വിവാഹവും ദാമ്പത്യ ജീവിതവും പാരന്റിംഗ് ആണ്, മക്കളെ വളർത്തലാണ്. ഇന്ന് ഉമ്മമാർക്ക് എങ്ങനെ മക്കളെ വളർത്തണമെന്നറിയേയില്ല. എങ്ങനെ മക്കളെ വളർത്തണം? അടിക്കന്നെ അങ്ങോട്ട് അടിക്കന്നെ. ദേഷ്യം വരുമ്പോൾ അടിക്കുക, ചൊടി വരുമ്പോൾ അടിക്കുക, എന്തെങ്കിലും ചെയ്താൽ അടിക്കുക. അടിച്ചിട്ടൊരു റിസൾട്ടും ഇല്ല. സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു റിസൾട്ട് ഉണ്ടാവണം. നമ്മളൊരു വാല് പറഞ്ഞാൽ ഒരു മാറ്റം നിങ്ങളിൽ ഒരാൾക്കുണ്ടായാൽ മതി, എല്ലാവർക്കും വേണമെന്നില്ല. ഈ വാല് കൊണ്ട് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടാവണം, ഇല്ലെങ്കിൽ വാല് വേസ്റ്റാണ്. സത്യമായിട്ടും നമ്മുടെ വാലുകൾ കൊണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമില്ലെങ്കിൽ ഈ വാല് വേസ്റ്റാണ്. ഒരാൾ നന്നായാൽ 4 ദിവസത്തെ വാലും രക്ഷപ്പെട്ടു. ഈ 4 ദിവസത്തെ വാലിൽ 5 ദിവസത്തെ വാലിൽ ഒരു മനുഷ്യന് മാറ്റമുണ്ടായാൽ നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടും. സംഘാടകർ ഒരു മനുഷ്യൻ നന്നാ മതി.